താൻ അപരാധമൊന്നും ചെയ്തിട്ടില്ലെന്ന ദുര്യോധനന്റെ പ്രസ്താവന കേട്ടപ്പോൾ കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. എങ്കിലും ഈ ചിരിയുടെ പിന്നിൽ ക്രോധം നിഴലിച്ചിരുന്നതായി കാണാമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ചൂതാടി ജയിച്ച് ഭൂമി ലഭിച്ചെന്ന് നീ പറയുന്നു. യുധിഷ്ഠിരനെ വഞ്ചിച്ച് ശകുനി കള്ളച്ചൂതാടിയല്ലേ ജയിച്ചത്? അതിനുശേഷം ദ്രൗപദിയെ സഭയിൽ കൊണ്ടുവന്ന് അപമാനിച്ചില്ലേ? പാണ്ഡവരെ നശിപ്പിക്കുന്നതിന് എന്തെല്ലാം ഹീനകൃത്യങ്ങളാണ് നീ ചെയ്തത്? എന്നിട്ടും ചോദിക്കുന്നു നീ എന്ത് അപരാധമാണ് ചെയ്തതെന്ന്. ക്ഷത്രിയന്റെ വീരശയ്യ പോർക്കളത്തിൽ ശരങ്ങളുടെ മുകളിലേക്കാണെന്ന് നീ പറഞ്ഞുവല്ലോ. കൃഷ്ണൻ ശബ്ദമുയർത്തി ദൃഢസ്വരത്തിൽ പറഞ്ഞു, അത് തയ്യാറാവുന്നുണ്ട്. അധികം താമസിയാതെ നിനക്കും കൂട്ടുകാർക്കും അതിൽ കിടക്കുവാൻ സാധിക്കും. സന്ധി സംഭാഷണം ആർക്കു വേണ്ടി ആയിരുന്നുവെന്നും ധാർമ്മികന്മാരുടെ വാക്കിന് എത്രമാത്രം നിലയുണ്ടെന്നും അപ്പോൾ നിനക്ക് മനസ്സിലാവും. ഇത്രയും പറഞ്ഞ് കൃഷ്ണൻ ആസനസ്ഥനായി. സദസ്സാകെ ചൂടുപിടിച്ചു. ഇനിയും ആര് എന്തു പറയുമെന്നുള്ള സംശയമായി. ആർക്കും ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല. സന്ധി സംഭാഷണം അലസി പിരിഞ്ഞതുപോലെയായി. അപ്പോഴാണ് ദുശാസനൻ ഒരു വെടി പൊട്ടിച്ചത്. അവൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ നാം സന്ധി ചെയ്യുവാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എന്നെയും ജ്യേഷ്ഠനെയും കർണനെയും ശകുനിയെയും പിടിച്ചുകെട്ടി പാണ്ഡവന്മാരെ ഏൽപ്പിക്കുവാനാണ് ഇവർ ആലോചിക്കുന്നത്. അതിനെ നേരിടുവാൻ വേണ്ട കരുതൽ, ആ ഒരു നടപടി നേരത്തെ നോക്കുന്നതാണ് നല്ലത്. ഇത് കേട്ടതോടെ ദുര്യോധനന്റെ മുഖം കോപം കൊണ്ട് വികൃതമായി. ക്രോധാവേശത്താൽ ശരീരം വിറച്ചു. കണ്ണുകൾ രക്തവർണ്ണങ്ങളായി. ഇത് കണ്ട് സദസ്യർ അന്താളിച്ചു. ദുര്യോധനൻ എന്ത് അവിവേകമാണ് കാട്ടുവാൻ പോകുന്നതെന്നോർത്ത് എല്ലാവരും പരിഭ്രമിച്ചു. ഏതെങ്കിലും കടുത്ത അനിഷ്ടങ്ങൾ അടുത്ത നിമിഷത്തിൽ സംഭവിക്കുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു. എന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമുണ്ടായിരുന്നില്ല. ദുര്യോധനൻ ക്രോധാവേശത്തോടെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതോടൊപ്പം അവന്റെ പക്ഷപാതികളായി സഭയിലെ ഭൂരിപക്ഷം രാജാക്കന്മാരും പുറത്തേക്ക് പോയി. സഭ നിർജീവമായി. ഇത് കണ്ട് ഭഗവാൻ ഭീഷ്മ ദ്രോണാദികളോടും ധൃതരാഷ്ട്രനോടുമായി പറഞ്ഞു, കുരുവൃദ്ധന്മാരെയെല്ലാം ദുര്യോധനൻ അവഹേളിക്കുകയാണ് ചെയ്തത്. അവന്റെ അഹങ്കാരം ശമിപ്പിച്ചില്ല എങ്കിൽ അവൻ ഈ നാട് മുടിക്കും. ഒരു വംശത്തിന്റെ രക്ഷയ്ക്കായി ഒരുത്തിനെ ഉപേക്ഷിക്കാം. ഒരു ഗ്രാമത്തിന്റെ ഗുണത്തിനായി ഒരു വംശം ഉപേക്ഷിക്കാം. നാട്ടിനായി ഗ്രാമം ഉപേക്ഷിക്കാം. ആത്മാവിന് വേണ്ടി പാരിടവും ഉപേക്ഷിക്കാം. ഇതാണ് അംഗീകൃത തത്വം. അതുകൊണ്ട് ദുര്യോധനൻ, ശകുനി, ദുശാസനൻ, കർണൻ എന്നിവരെ ബന്ധിച്ച് പാർത്ഥന്മാരുമായി സന്ധി ചെയ്യുക. കുരുവംശം നശിക്കാതിരിക്കട്ടെ. ഇത് കേട്ടപ്പോൾ പുത്രവത്സലനായ ധൃതരാഷ്ട്രർക്ക് പരിഭ്രമമായി. അദ്ദേഹം വ്യസനിച്ചു. ദുര്യോധനനെ അനുനയിപ്പിക്കുന്നതിന് ഒരു ശ്രമം കൂടി നടത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഉടൻ തന്നെ ഗാന്ധാരിയെ വരുത്തി വിവരം ധരിപ്പിച്ചു. ദുര്യോധനനെ ഗുണദോഷിക്കുവാൻ നിർദ്ദേശിച്ചു. അവനെ വിളിച്ചു കൊണ്ടുവരുവാനായി വിതുരനെ നിയോഗിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ലെങ്കിലും മാതാപിതാക്കന്മാരുടെ ആജ്ഞയെ പ്രത്യക്ഷത്തിൽ ധിക്കരിക്കേണ്ടെന്ന് കരുതി ദുര്യോധനൻ വിതുരനോടൊപ്പം വീണ്ടും സഭയിലെത്തി. ദുര്യോധനൻ സഭയിലെത്തിയെന്നറിഞ്ഞപ്പോൾ ഗാന്ധാരി പറഞ്ഞു തുടങ്ങി, ഉണ്ണി, മകനെ, നിന്റെ അച്ഛനും ഭീഷ്മ ദ്രോണാദികളും ഈ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും കേൾക്കാത്തത് എന്താണ് നീ? ദുർബുദ്ധികളുടെ ദുരുപദേശങ്ങൾക്ക് വശംവദനായി നീ നിന്നെയും ധർമ്മത്തെയും പ്രജകളെയും നശിപ്പിക്കരുത്. രാജ്യമെന്നത് സ്വന്തം ആഗ്രഹം പോലെ നേടുവാനും കാക്കുവാനും പറ്റുന്നതല്ല. ധർമ്മമഹത്വങ്ങളെ ആഗ്രഹിക്കുന്നവൻ ഇന്ദ്രിയങ്ങളെ അടക്കണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചാൽ തീക്കുള്ളിയിൽ അഗ്നി ജ്വലിക്കും വിധം ബുദ്ധി ജ്വലിക്കും. കാമവും ക്രോധവും ബാധിച്ചവർ തെറ്റിദ്ധാരണയ്ക്ക് അടിമയാകും. അവനെ തൻ്റെ ആൾക്കാരും അന്യജനങ്ങളും സഹായിക്കുകയില്ല. യുദ്ധത്തിൽ ശുഭവും ധർമാർത്ഥവുമില്ല. പിന്നെ സുഖമെവിടെ? ഉണ്ണി, ജയം നിത്യമല്ല. അതുകൊണ്ട് നീ യുദ്ധത്തിൽ ഏർപ്പെടരുത്. വിഡി, നീ വിചാരിക്കുന്നുണ്ടാവും ഭീഷ്മനും ദ്രോണനും കൃപനും മറ്റും അവരുടെ സർവശക്തികളും എടുത്ത് പൊരുതുമെന്ന്. അതുണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. ആ ആത്മജന്മാർക്ക് നിങ്ങളും പാണ്ഡവന്മാരും സമന്മാരാണ്. രാജഭണ്ഡസഭയം കൊണ്ട് അവർ ദേഹം ത്യജിക്കുവാൻ തന്നെ തയ്യാറായാലും അവരാരും കോപത്തോടെ യുധിഷ്ഠിരനെ നോക്കുവാൻ പോലും ശക്തരല്ല. അതുകൊണ്ട് നിനക്ക് സുഖമായി വാഴുവാൻ പകുതി രാജ്യം തന്നെ മതി. കൃഷ്ണപാർത്ഥന്മാർ അചേയരാണ്.
അവരോട് പോരടിച്ചാൽ ഇന്നുള്ള സകല സുഖങ്ങളും ഇല്ലാതെയാകും. നീ അമർഷത്തിന് അടിമപ്പെട്ട് കുരുക്കളെ മുടിക്കരുത്. ഈ പാരിടം മുഴുവൻ നീ കാരണം നശിക്കരുത്. അമ്മ പറഞ്ഞതൊക്കെ അക്ഷമനായി കേട്ടുകൊണ്ടിരുന്ന ദുര്യോധനൻ എഴുന്നേറ്റ് സഭയ്ക്ക് പുറത്തേക്ക് പോയി. തന്നെയും കൂട്ടുകാരെയും ബന്ധിക്കുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു. അതിനിട കൊടുക്കാതെ അതിനു മുമ്പായി കൃഷ്ണനെ ബന്ധിക്കണമെന്നായിരുന്നു അവന്റെ ചിന്താഗതി. പുറത്ത് കാത്തിരുന്ന ശകുനി, കർണൻ, ദുശാസനൻ തുടങ്ങിയ അവന്റെ ഉപദേഷ്ടാക്കളുമായി ഈ കാര്യം അവർ ആലോചിച്ചു. അവർക്കെല്ലാം അത് സ്വീകാര്യവുമായിരുന്നു. കൃഷ്ണനെ ബന്ധിച്ചാൽ പാണ്ഡവന്മാർ ദുർബലരാകുമെന്നും അവർ യുദ്ധം ഉപേക്ഷിക്കുമെന്നും അവരെല്ലാം ദൃഢമായി വിശ്വസിച്ചു. ദുര്യോധനന്റെയും മറ്റും ആലോചന മണത്തറിഞ്ഞ സാത്വികി ഈ വിവരം ഭീഷ്മരെയും ധൃതരാഷ്ട്രരെയും മറ്റും ധരിപ്പിച്ചു. അവർക്കെല്ലാം ഇത് കേട്ടപ്പോൾ ദുര്യോധനനോട് കടുത്ത അമർഷവും വെറുപ്പും തോന്നി. ഒറ്റയ്ക്ക് വന്നു ചേർന്ന പരമവാദ്യനായ ഭഗവാനെ മഹാഭാവിയായ ദുര്യോധനൻ എന്തെങ്കിലും തരത്തിൽ ദ്രോഹിക്കാൻ ഒരുങ്ങുന്ന പക്ഷം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നതെന്ന് അവർ ഭയപ്പെട്ടു. അതു മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, ദുര്യോധനനെ പിടിച്ചു കെട്ടുവാൻ വന്നാൽ ഈ സഭയിൽ വെച്ച് തന്നെ എനിക്കവനെ കൊന്ന് പാണ്ഡവരുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഒരു കാരണവശാലും എങ്ങനെയുള്ള സന്ദർഭത്തിലായാലും ഞാൻ അധർമ്മം പ്രവർത്തിക്കുകയില്ല. ദുര്യോധനനും അവന്റെ സഹായികളും കൂടി എന്നെ എതിർത്താലും അവർക്കായിരിക്കും നാശം സംഭവിക്കുക. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രന്റെ ഭയവും സംഭ്രമവും ശതഗുണീഭവിച്ചു. ദുര്യോധനൻ അവിവേകം കാണിച്ചാൽ ഉടൻ തന്നെ അവൻ നശിക്കുമെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉടൻ ദുര്യോധനനെ കൂട്ടിക്കൊണ്ടുവരുവാൻ വിതുരനോട് ആജ്ഞാപിച്ചു. കൃഷ്ണനെ പിടിച്ചു കെട്ടുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ദുര്യോധനൻ കൂട്ടുകാരുമായി ആലോചിക്കുമ്പോഴാണ് വിതുരൻ എത്തിയത്. വേഗത്തിൽ സഭയിലേക്ക് വരുവാനായി മഹാരാജാവ് കൽപ്പിക്കുന്നു എന്നറിയിച്ചപ്പോൾ ദുര്യോധനൻ ഒന്നും മിണ്ടാതെ കടുത്ത വെറുപ്പോടെ വിതുരന്റെ പിന്നാലെ സഭാഗൃഹത്തിലേക്ക് നടന്നു. പിന്നാലെ ശകുനിയും കർണനും ദുശാസനനും ഉണ്ടായിരുന്നു. ദുര്യോധനൻ മുന്നിൽ വന്ന് നിൽക്കുന്നുവെന്ന് വിതുരൻ അറിയിച്ചപ്പോൾ ധൃതരാഷ്ട്രർ ഒരു പുലിയെ പോലെ ചീറിക്കൊണ്ട് അവനോട് പറഞ്ഞു, എടാ മൂഢാ, നീയും കൂട്ടുകാരും കൂടി എന്തൊരു സാഹസത്തിനാണ് ഒരുമ്പിടുന്നത്. സർവശക്തനും സർവാധാര്യമാനുമായ നാരായണനെ ബന്ധിക്കുവാൻ മുതിരുകയോ? എടാ വിഡ്ഢി, അത് ആകാശത്തെ ചുരുട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അഗ്നിയെ ശീതളമാക്കുവാൻ കഴിയുമോ? സമുദ്രജലത്തെ ആർക്കെങ്കിലും അളക്കുവാൻ സാധിക്കുമോ? ഭൂമിയെ തലയിലേറ്റി നിൽക്കുവാൻ കഴിയുമോ? ശ്രീകൃഷ്ണ പരമാത്മാവിനെ ബന്ധിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നിന്റെ മൂഢപ്രവൃത്തി ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനെ പിടിക്കുവാൻ കൊച്ചുകുട്ടി കൈനീട്ടുന്നത് പോലെ ബാലിശമാണ്. നിന്റെ അവിവേകം നിന്നെയും കൂട്ടുകാരെയും നശിപ്പിക്കും. അച്ഛൻ്റെ ഭരസലനങ്ങൾ കേട്ടപ്പോൾ ദുര്യോധനന് കൃഷ്ണനോട് അതിരറ്റ വിദ്വേഷമാണ് ഉണ്ടായത്. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നതെന്നേ നീ കരുതുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ഇതാ നോക്കിക്കോളൂ. ഇതും പറഞ്ഞ് ഭഗവാൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. മേഘഗർജനം പോലെയുള്ള ആ ചിരിയുടെ ശബ്ദം സഭാമണ്ഡലത്തെ വിറപ്പിച്ചു. അത് അന്തരീക്ഷം മുഴുവൻ മാറ്റൊലി കൊണ്ടു. ഇടിമിന്നൽ പോലെ ഉജ്ജ്വലമായ തേജോ പ്രസരം സഭാഗൃഹത്തിലും ചുറ്റുപാടും മുഴുവൻ പരന്നു. 10,000-കണക്കിന് സൂര്യന്മാർ ഒരുമിച്ചുദിച്ചാലുണ്ടാകുന്ന പ്രകാശ തോരണിയിൽ എല്ലാവരും മുങ്ങി. ആ പ്രഭാവലയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഭഗവാന്റെ സ്വരൂപത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ കാണുവാൻ കഴിഞ്ഞു. ബ്രഹ്മാവ്, മഹേശ്വരൻ, ലോകപാലകന്മാരായ ദേവന്മാർ, യക്ഷകിന്നര ഗന്ധർവന്മാർ, പാണ്ഡവന്മാർ, വൃഷ്ണികൾ എന്നുവേണ്ട സകല ചരാചരങ്ങളും ഗോചരീഭവിച്ചു. എല്ലാവരും തിളങ്ങുന്ന ആയുധങ്ങൾ ധരിച്ചിരുന്നു. എല്ലാറ്റിനും മീതെ ഭഗവാന്റെ ശംഖും ചക്രവും ഗദയും പങ്കജവും തിളങ്ങി വിളങ്ങി. വിഷ്ണുവിന്റെ വിശ്വരൂപം കണ്ടിട്ട് സഭാവാസികൾ ഭയന്നു വിറച്ചു. സർവ്വജനങ്ങളുടെയും കണ്ണടഞ്ഞു. ആർക്കും കണ്ണു തുറക്കുവാനോ ഭഗവൽ വിഗ്രഹത്തെ നോക്കുവാനോ കഴിഞ്ഞില്ല. പലരും ഭീതി കൊണ്ട് വാവിട്ട് നിലവിളിച്ചു. ചിലരൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ചിലർ മുഴുവൻ ശക്തിയും സംഭരിച്ച് ഒരു കണക്കിന് അവിടെ നിന്ന് ഓടിമറഞ്ഞു. ചിലർ സ്തംഭിച്ചിരുന്നുപോയി. അവർ ഭയപ്പെട്ടു വിറച്ച് കണ്ണുപൂട്ടിയിരുന്നു. ദേവന്മാർ ശംഖം, ദുന്ദുബി, ആനകം തുടങ്ങിയ വാദ്യകോലാഹലം മുഴക്കി. ഭഗവൽ സ്വരൂപത്തിൽ ദിവ്യപുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടു. മഹാമയൻ ഭീഷ്മർ, മഹാഗുരു ദ്രോണർ,
മഹാതത്വജ്ഞാനി വിതുരൻ തുടങ്ങിയ സുഹൃത്തുക്കൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിശ്വദർശനം മനം കുളിർക്കുന്നതായി തീർന്നു. അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ആനന്ദാമൃതം പാനം ചെയ്ത് ഭക്തിവിശരരായി ഭഗവാനെ സ്തുതിച്ചു. അവരെല്ലാം മറന്ന് ഏകകണ്ഠമായി പാടി: വിശ്വമായതും നീയേ, വിശ്വകാരണം നീയേ, വിശ്വകാര്യവും നീയേ, വിശ്വപാലനും നീയേ, വിശ്വതാതനും നീയേ, വിശ്വമാതാവും നീയേ, വിശ്വരൂപനും നീയേ, വിശ്വപാലകേ പോറ്റി. പുരുഷനാകുന്നതും പ്രകൃതിയാകുന്നതും പുരുഷോത്തമാ പോറ്റി. നിന്തിരുവഴിയല്ലോ ശിവനായിടുന്നതും ശക്തിയായിടുന്നതും. ഭുവനേശ്വര പോറ്റി. നിന്തിരുവടിയല്ലോ പാലയ കൃപാലയ. ശരണം നാരായണ പാലയ വിഷ്ണു. രാമ കൃഷ്ണ ഗോവിന്ദ ഹരേ. ഭഗവാൻ വിശ്വരൂപം പ്രദർശിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ ഭഗവാനോട് യാചിച്ചു: ഭഗവാനെ, എനിക്കിതിൻ്റെ വിശ്വരൂപം കാണുവാൻ മോഹമുണ്ട്, എന്നെ അനുഗ്രഹിച്ചാലും. ഭഗവാൻ അനുഗ്രഹിച്ചു. എന്തൊരത്ഭുതം! ജന്മനാ അന്ധനായിരുന്ന ധൃതരാഷ്ട്രരുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടായി. ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടി സ്വയം അന്ധയായി കഴിയുകയായിരുന്നല്ലോ. അവർ കെട്ടഴിച്ചു. ധൃതരാഷ്ട്രനും ഗാന്ധാരിയും വിശ്വനായകന്റെ വിശ്വരൂപം കൺകുളിർക്കെ കണ്ടു. ധൃതരാഷ്ട്രൻ പറഞ്ഞു: പുണ്ടരീകാക്ഷ, നിന്റെ വിശ്വരൂപം കണ്ട് കുളിർത്ത എൻ്റെ കണ്ണുകൾ ഇനിയും മറ്റൊന്നും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ പഴയതുപോലെ അന്ധനാക്കിയാലും. ധൃതരാഷ്ട്രർ വീണ്ടും അന്ധനായി. ഗാന്ധാരി തൻ്റെ കണ്ണുകൾ വീണ്ടും മൂടിക്കെട്ടി. ഭഗവാൻ തൻ്റെ ബൃഹത്തായ വപുസിനെ ചുരുക്കി. ഭഗവത് ശരീരം പഴയതുപോലെയായി. എല്ലാവരും ആശ്വസിച്ചു. കൃഷ്ണൻ അങ്ങനെ സാത്വികിയുടെയും കൃതവർമാവിൻ്റെയും അകമ്പടിയോടെ സഭയ്ക്ക് പുറത്തു കടന്നു. അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്ന രഥത്തിൽ കയറി കുന്തിദേവിയെ കാണുന്നതിനായി വിതുരഗൃഹത്തിലേക്ക് പോയി. കൗരവ പ്രമാണികൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. അങ്ങനെ കൃഷ്ണൻ തന്നെ കാണാതെ മടങ്ങി പോവുകയില്ലെന്നുള്ള ഉത്തമ വിശ്വാസം കുന്തിദേവിക്കുണ്ടായിരുന്നുവല്ലോ. കൃഷ്ണൻ കുന്തിയുടെ സവിധത്തിലെത്തി. അവരെ വന്നിച്ച് കൗരവസഭയിൽ നടന്ന വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. കൃഷ്ണൻ തുടർന്നു: ഞാൻ പാർത്ഥന്മാരുടെ അടുത്തേക്ക് പോകുന്നു. എന്താണ് ഞാൻ അവിടുത്തെ സന്ദേശമായി കൽപ്പന പറയേണ്ടത്? അത് പറഞ്ഞാലോ? കുന്തിദേവി പറഞ്ഞു: എൻ്റെ മക്കളോട് പറയൂ, പ്രജാപാലനമാണ് ക്ഷത്രിയന്റെ ധർമ്മമെന്ന്. പ്രജകളെ രക്ഷിക്കുവാൻ ക്രൂരകർമ്മം ചെയ്യേണ്ടി വരുന്നതും ക്ഷത്രിയന് വിധിച്ചിട്ടുള്ള ധർമ്മമാണ്. പൗരുഷവും കയ്യൂക്കുമാണ് ക്ഷത്രിയന്റെ സമ്പത്ത്. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദാനം വാങ്ങിയിട്ടില്ല, പ്രത്യുത കയ്യൂക്കുകൊണ്ട് വെട്ടിപ്പിടിച്ചാണ് ക്ഷത്രിയൻ നേടേണ്ടത്. അവർ ബാഹുവീര്യം കൊണ്ട് ഉപജീവിക്കണമെന്നാണ് വിധി കൽപ്പിച്ചിട്ടുള്ളത്. മുചുകുന്ദന്റെ കഥ അതിനൊരു ഉദാഹരണമാണ്. പണ്ട് വൈശ്രവണൻ രാജഹർഷിയായ മുചുകുന്ദനിൽ പ്രസന്നനായി. സകല ലോകങ്ങളും അദ്ദേഹത്തിന് ദാനം ചെയ്യുവാൻ തയ്യാറായി. എന്നാൽ താൻ കയ്യൂക്കം കൊണ്ട് നേടി ഭൂമി മാത്രമേ ഏൽക്കുകയുള്ളെന്നും സൗജന്യമായൊന്നും സ്വീകരിക്കുകയില്ലെന്നും പറഞ്ഞ മുചുകുന്ദൻ വൈശ്രവണന്റെ ദാനത്തെ നിഷേധിക്കുകയാണുണ്ടായത്. ഇത് കേട്ട കുബേരൻ അത്ഭുത പരതന്ത്രനായി. പിന്നീട് മുചുകുന്ദൻ തൻ്റെ കയ്യൂക്കം കൊണ്ട് ഭൂമിയെല്ലാം നേടി ക്ഷത്രിയധർമ്മം തെറ്റാതെ രാജ്യം ഭരിച്ചു. അതുകൊണ്ട് പിതൃപിതാമഹന്മാർ അനുഷ്ഠിച്ചു വന്ന രാജധർമ്മങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുവാൻ പറയണം. ഭിക്ഷാടനം ക്ഷത്രിയന് നിഷിദ്ധമാണ്. കൃഷിയും ശുശ്രൂഷയും പറ്റിയതുമല്ല. ക്ഷത്രിയൻ ഭൂമി ഭരിക്കണം. ഞാൻ മറ്റൊരു ഇതിഹാസ കഥ പറയാം. വിദുഷിയും യശസ്വിയുമായ വിതുളയെപ്പറ്റി രാജാക്കന്മാർ ഇപ്പോഴും പുകഴ്ത്തി പറയാറുണ്ട്. അവർ അവരുടെ മകനോട് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. വിതുളയുടെ പുത്രൻ ഭീരുവായിരുന്നു. യുദ്ധത്തിൽ തോറ്റോടി അമ്മയോടും കൂടി കാട്ടിലെത്തി. ദുഃഖിതനായി നിലത്ത് കിടന്ന അവനോട് അമ്മ പറഞ്ഞു: മകനെ, നീ ക്ഷത്രിയ വംശത്തിനൊട്ടാകെ അപമാനമുണ്ടാക്കി തീർത്തു. ശത്രുക്കളുടെ പരാക്രമം കണ്ട് ഭയന്നോടിപ്പോന്ന നീ ക്ഷത്രിയനാണെന്ന് എങ്ങനെ വിശ്വസിക്കും? നീ എൻ്റെ പുത്രനാണെന്ന് പറയുവാൻ പോലും എനിക്ക് ലജ്ജ തോന്നുന്നു. ജീവൻ ഇച്ഛിക്കുന്നവനാണ് നീയെങ്കിൽ ഉമ്മിത്തി പോലെ പുകഞ്ഞു കിടക്കരുത്. വളരെ നേരം പുകഞ്ഞു കിടക്കുന്നതിനേക്കാൾ ഭേദം അല്പസമയം ആളിക്കത്തുന്നതാണ്. മടിയും പേടിയുമായുള്ള ഉദാസീനൻ എങ്ങനെ മഹത്വം നേടും? ഇത് കേട്ടപ്പോൾ മകൻ വിതുളയോട് ചോദിച്ചു: അമ്മേ, ക്ഷത്രിയ മുറകളൊക്കെ എന്നോട് ഉപദേശിച്ച് എന്നെ പോരിന് പോകുവാൻ നീ പ്രേരിപ്പിക്കുന്നു.
തൻ്റെ ഓമനപുത്രനോട് ഇത്ര കർശനമായി പറയുന്നല്ലോ. ഞാൻ മരിച്ചു പോയാൽ പിന്നെ അമ്മയ്ക്ക് ജീവൻ എന്തിന്, സുഖങ്ങൾ എന്തിന്? വിതുള പറഞ്ഞു. നീ വിക്രമം കാട്ടേണ്ട സന്ദർഭമാണിത്. നീ വേണ്ടത് ചെയ്തില്ല എങ്കിൽ ദുഷ്കീർത്തിക്ക് പാത്രമാകും. നിന്നോട് വേണ്ടത് ഉപദേശിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അത് ചെയ്യാതെ നിന്നെ ഓമനിച്ചിരുത്തിയാൽ അതിനെ കഴുത സ്നേഹം എന്നാണ് പറയുക. വിതുള പിന്നെയും പലതും പറഞ്ഞ് പുത്രന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു. പുത്രൻ അമ്മയുടെ വാക്കുകളാകുന്ന ശരമേറ്റു പുളഞ്ഞു. അവൻ വിജൃംഭിത വീര്യനായി, സടകുടഞ്ഞെണീറ്റ സിംഹത്തെ പോലെ ശക്തനായി. ഛിന്ന ഭിന്നമാക്കപ്പെട്ട സൈന്യങ്ങളെയെല്ലാം ശേഖരിച്ച് ശത്രുവിനോട് ഏറ്റുമുട്ടി വിജയം കൈവരിച്ചു. അവൻ്റെ മാതാവ് മകന്റെ ധീരോധാരതയിൽ അഭിമാനം കൊണ്ടു. അവർ ആനന്ദത്തോടെ അവനെ ആലിംഗനം ചെയ്തു. അവന്റെ നെറുകയിൽ ചുംബിച്ച് സംതൃപ്തി അടഞ്ഞു. ഈ ഇതിഹാസത്തെ എല്ലാ ക്ഷത്രിയരും വളരെ പ്രശംസിച്ച് പറയാറുണ്ട്. ക്ഷത്രിയന് പൗരുഷവും ധർമ്മനിഷ്ഠയും ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഇതിൻ്റെ താല്പര്യം. ഞാൻ പറയുന്നതൊക്കെ തെറ്റോ ശരിയോ എന്ന് എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കട്ടെ. അവരുടെ അമ്മയായ ഞാൻ ഇന്ന് കാരാഗ്രഹത്തിൽ ഉരുളച്ചോറിനു വേണ്ടി കാത്തുകിടക്കുകയാണ്. അതിലവർ ലജ്ജിക്കുന്നില്ലേ? എനിക്ക് പാഞ്ചാലിയുടെ കാര്യം ഓർത്തിട്ടാണ് ഏറെ ഖേദം. സനാഥയായ അവൾ അനാഥയെന്ന മട്ടിലല്ലേ കൗരവസഭയിൽ നിന്ന് വിലപിച്ചത്. അതൊക്കെ എൻ്റെ മക്കൾക്ക് ഓർമ്മയില്ലാതെ വരുമോ? കൃഷ്ണ, ഭവാൻ പാഞ്ചാലിയോടും പാർത്ഥന്മാരോടും എൻ്റെ കുശലം പറയുക. നീ എൻ്റെ മക്കളെ വേണ്ടവണ്ണം കാത്തുകൊണ്ടാലും. കുന്തിയെ വന്നിച്ചിട്ട് കൃഷ്ണൻ യാത്ര പറഞ്ഞിറങ്ങി. കുരുമുഖ്യന്മാരെയെല്ലാം അദ്ദേഹം പറഞ്ഞുവിട്ടു. കർണനെ പ്രത്യേകമായി വിളിച്ച് തൻ്റെ രഥത്തിൽ കയറ്റി. ഹസ്തിനാപുരിയിൽ നിന്ന് കുറച്ചു ദൂരം വന്നപ്പോൾ കൃഷ്ണൻ കർണനോട് പറഞ്ഞു, എടൂ രാധേയ, യഥാർത്ഥത്തിൽ നീ കൗന്ദേയനാണ്, രാധേയനല്ല. കുന്തിയാണ് നിന്റെ മാതാവ്. നീ പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠ ഭ്രാതാവാണ്. നീ എന്നോടുകൂടി പാണ്ഡവരുടെ അടുക്കിലേക്ക് വരിക. കൗന്ദേയനാണെന്നറിയുമ്പോൾ അവരെല്ലാം നിന്റെ പാദത്തിൽ കുമ്പിടും. നിന്നെ രാജാവായി അഭിഷേകം ചെയ്യും. ധർമ്മപുത്രൻ നിനക്ക് വെൺചാമരം വീശും. ഭീമസേനൻ നിനക്ക് വെൺകാറ്റക്കൂടെ പിടിക്കും. അർജുനൻ നിന്റെ തേർ തെളിക്കും. നകുല സഹദേവന്മാരും അഭിമന്യുവും പാഞ്ചാലി പുത്രന്മാരും നിനക്ക് അകമ്പടി സേവിക്കും. പാണ്ഡവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ എല്ലാ രാജപുങ്കുവന്മാരും നിന്നെ പിന്തുടരും. നിന്നെ പ്രസവിച്ച നിന്റെ മാതാവ് ഇതെല്ലാം കണ്ട് ആനന്ദബാഷ്പം തൂകും. ഭ്രാതാക്കളായ പാണ്ഡവന്മാരോട് കൂടിച്ചേർന്ന് നിന്റെ സൗഭ്രാത്രം വിജയിക്കട്ടെ. കർണൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവന് മനസ്സിലായി. ദുര്യോധനാദികളിൽ നിന്ന് അവൻ അകറ്റി പാണ്ഡവപക്ഷത്തെ ചേർക്കണമെന്നായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശം. എന്നാൽ അത് ഫലിച്ചില്ല എന്ന് പറയാം. കർണൻ മറുപടിയായി പറഞ്ഞു, ഹേ വാർഷണേയ, ഭവാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുന്തിയാണ് മാതാവെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുന്തി എന്നെ കൈവിടുകയാണല്ലോ ചെയ്തത്. രാധയാണ് എന്നെ വളർത്തിയത്. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ മുല ചിറന്നു. ആ മുലപ്പാല് കുടിച്ചാണ് ഞാൻ വളർന്നത്. സൂതനായ അതിരഥൻ എന്നെ പുത്രനായി കാണുന്നു. എൻ്റെ ജാതകർമാദികളൊക്കെ പുത്രപ്രീതിയോടെ ശാസ്ത്രവിധി അനുസരിച്ച് ചെയ്തത് അദ്ദേഹമാണ്. അതിരഥനെ ഞാൻ എൻ്റെ അച്ഛനായിട്ടാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ കുലത്തിൽ നിന്ന് വിവാഹം കഴിച്ച എനിക്ക് പുത്രപൗത്രന്മാരുമുണ്ടായി. ഇപ്പോൾ അവരെയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ക്ഷത്രിയനാണെന്നും കുന്തി പുത്രനാണെന്നും മറ്റും പറഞ്ഞ് പാണ്ഡവ പക്ഷത്തേക്ക് പോകുന്നത് ധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുര്യോധനന്റെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. ഓരോ നാൾ കഴിയുന്തോറും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ കണ്ണികൾ മുറുകി വരികയാണ് ചെയ്യുന്നത്. എന്നെ ഭീമാർജുനന്മാർ അധിക്ഷേപിച്ചപ്പോൾ അംഗരാജ്യത്തെ രാജാവാക്കി എന്നെ അഭിമാനഭരിതനാക്കിയത് ദുര്യോധനനാണ്. അവൻ എന്നിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നു. അതെല്ലാം അസ്ഥാനത്താക്കി ദുര്യോധനനെ ഉപേക്ഷിച്ച് മറുചേരിയിൽ പോയി എത്രത്തോളം പ്രശസ്തനായാലും എനിക്ക് ദുഷ്കീർത്തിയായിരിക്കും ഉണ്ടാവുക. അത് ദുര്യോധനനോട് കാണിക്കുന്ന നന്ദികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല. അങ്ങയുടെ ഉപദേശം നിരാകരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കർണനെ പ്രലോഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണൻ ആദ്യം സംസാരിച്ചത്. അതിന് ചേർന്ന വിധത്തിൽ സൗമ്യമായി ഉപദേശ രൂപേണയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന് കൃഷ്ണന് ബോധ്യമായി. അദ്ദേഹം അടവൊന്നു മാറ്റി.
യുദ്ധത്തിൻ്റെ ഭീകരതയും അതുവരുത്തുന്ന നാശനഷ്ടങ്ങളും അജയ്യരായ പാണ്ഡവന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ കൗരവർക്കുണ്ടാകുന്ന പരാജയവും മറ്റും അദ്ദേഹം വിവരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, രാജ്യസംപ്രാപ്തിക്ക് വേണ്ടി കൗശലങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടും അത് നീ സ്വീകരിക്കുന്നില്ല. യുദ്ധത്തിലേർപ്പെട്ടാൽ പാണ്ഡവർക്ക് ജയം തീർച്ചയാണ്. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ദുര്യോധനന്റെ പക്ഷത്ത് ചേരുന്ന രാജാക്കന്മാരും രാജപുത്രന്മാരും എല്ലാം ശസ്ത്രം കൊണ്ട് തന്നെ മരിക്കും. ഹേ കർണ, എൻ്റെ വാക്കുകൾ നിന്റെ ഉള്ളിൽ കടക്കാഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. എല്ലാ ജീവികൾക്കും നാശത്തിലുള്ള കാലം സമാഗതമാകുമ്പോൾ നീതികേട് നീതിയായി തോന്നുകയും വിവേകം മനസ്സിൽ നിന്നൊഴിഞ്ഞു പോവുകയും ചെയ്യും. കൃഷ്ണൻ തന്നെ ഭീഷണിപ്പെടുത്തി പാണ്ഡവപക്ഷത്ത് ചേർക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ കർണൻ പറഞ്ഞു, അല്ലയോ മഹാഭുജ, ഭവാൻ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ വിരട്ടുന്നത്? ഈ ഭൂമിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന നാശത്തിനൊക്കെ കാരണം ഞാനും ശകുനിയും ദുശാസനനും ദുര്യോധനനുമാണെന്ന നിലയിൽ അങ്ങ് സംസാരിക്കുന്നു. ഘോരമായൊരു യുദ്ധം ആസന്നമാണ്. വീരന്മാരായ അനേകം ക്ഷത്രിയർ ഈ യുദ്ധത്തിൽ മരിക്കും. അക്കൂട്ടത്തിൽ ഞാനും മരിച്ചെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്കിനിയും സ്വർഗത്തിൽ വെച്ച് കാണാം. ഇത്രയും പറഞ്ഞിട്ട് കർണൻ കൃഷ്ണനെ ഗാഢമായി പുണർന്നു. അവൻ തേരിൽ നിന്നിറങ്ങി കൃഷ്ണന്റെ രഥത്തിന് പിന്നാലെ വന്നുകൊണ്ടിരുന്ന അവന്റെ രഥത്തിൽ കയറി ഹസ്തിനാപുരിയിലേക്ക് മടങ്ങി. കൃഷ്ണൻ ഉപപ്ലാവ്യത്തിലേക്കും യാത്രയായി. കൃഷ്ണൻ പോയതിനു ശേഷം കുന്തി വളരെ അസ്വസ്ഥയായി. യുദ്ധം അനിവാര്യമാണെന്ന് അവൾക്ക് ബോധ്യമായി. ഭീകരമായ യുദ്ധമായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. കൗരവപക്ഷത്തു മഹാമയനും മഹാഗുരുവായിട്ടുള്ള ദ്രോണരും തുടങ്ങിയ അതിമാനുഷികന്മാരായ യോദ്ധാക്കളുണ്ട്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ പാണ്ഡവരോടുള്ള പാരുഷ്യം കാണുകയില്ലെന്ന് കുന്തിക്കറിയാം. എന്നാൽ കർണന്റെ മനോഭാവം അങ്ങനെയല്ല. അവൻ അന്ധമായി ധാർത്തരാഷ്ട്രന്മാരെ സേവിക്കുകയാണ്. കർണൻ വളരെ ശക്തനുമാണ്, വില്ലാളി വീരനുമാണ്. പാണ്ഡവന്മാരോട് അവന് നിത്യസ്പർദ്ധയാണുള്ളത്. അവന്റെ കഴിവിനെപ്പറ്റി ചിന്തിക്കും തോറും കുന്തിയുടെ ആദി അധികരിച്ചു. അവർ എന്തൊക്കെയോ ആലോചിച്ചുറച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ കുന്തിദേവി കുളിക്കുന്നതിനായി ഗംഗാതീരത്തേക്ക് പോയി. അവിടെ പതിവ് പോലെ കർണൻ സ്നാനം കഴിഞ്ഞ് ആദിത്യ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വാസ്തവത്തിൽ കുളിക്കാനെന്ന വ്യാജേനെ കർണനെ കാണുവാൻ വേണ്ടിയാണ് കുന്തി ഗംഗാതടത്തിലേക്ക് പോയത്. അവർ ശബ്ദമുണ്ടാക്കാതെ കിഴക്കോട്ട് നോക്കി കൂപ്പിയ കൈകൾ ഉയർത്തി കണ്ണും പൂട്ടി നിൽക്കുന്ന കർണന്റെ പിന്നിൽ ചെന്ന് നിന്നു. വളരെ നേരം കഴിഞ്ഞാണ് കർണൻ കണ്ണു തുറന്നത്. അപ്പോഴേക്കും കുന്തി സൂര്യതാപമേറ്റു വാടി തളർന്നിരുന്നു. കണ്ണു തുറന്ന കർണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കുന്തി ദേവിയെ കണ്ടു. അവൻ മന്ദസ്മിതത്തോടെ കൈകൂപ്പി വിനയപൂർവം പറഞ്ഞു, രാധയുടെയും അധിരഥന്റെയും പുത്രനായ കർണനായ ഞാൻ ഭവതിയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു. അവിടുന്ന് എന്തിനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും. കുന്തി വികാരപരവശയായി. നിമിഷ നേരത്തേക്ക് അവൾ സ്തബ്ധയായി നിന്നുപോയി. അതിനുശേഷം ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, മകനെ, നീ രാധയുടെ പുത്രനല്ല, അധിരഥനല്ല നിന്റെ പിതാവ്. നീ എൻ്റെ പ്രഥമ സന്താനമാണ്. നീ എന്നും പൂജിക്കുന്ന, ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആദിത്യദേവനാണ് നിന്റെ അച്ഛൻ. അതെ, ഭഗവാൻ സൂര്യനാരായണൻ തന്നെ. നീ എൻ്റെ പിതാവിൻ്റെ ഗ്രഹത്തിൽ വെച്ചാണ് ജനിച്ചത്. നിന്റെ സ്വന്തം അനുചരന്മാരായ പാണ്ഡവന്മാരെ അറിയാതെയാണ് നീ ധാർത്തരാഷ്ട്രന്മാരെ സേവിക്കുന്നത്. ഇത്രകാലവും നിന്നെ ഈ പരമാർത്ഥം ഞാൻ അറിയിക്കാതിരുന്നത് ലോകത്തെ ഭയന്നായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ രാധേയനെന്നും സൂതപുത്രനെന്നും വിളിക്കപ്പെടുവാനും നീ കൗരവരെ ആശ്രയിക്കുവാനും ഇടയായത്. ഇപ്പോഴെങ്കിലും സത്യം വെളിപ്പെട്ട സ്ഥിതിക്ക് നീ കൗരവരെ വിട്ട് പോരേണ്ടതാണ്. പാണ്ഡവന്മാർ നിന്നെ ഹൃദയാംഗമായി സ്വീകരിക്കും. അർജുനനും നീയും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതിനാൽ മടിക്കാതെ കൗരവരെ വിട്ട് പാണ്ഡവപക്ഷത്ത് ചേർന്ന് ധർമ്മം പാലിക്കൂ. നീയും പാണ്ഡവരും കൂടി ഒന്നു ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ അമ്മയായ ഞാൻ കണ്ട് ആനന്ദിക്കട്ടെ. ഈ സന്ദർഭത്തിൽ ആദിത്യ മണ്ഡലത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടു. കുന്തി പറഞ്ഞത് സത്യമാണ്, നീ അമ്മയെ അനുസരിക്കുക. ഇപ്രകാരം അമ്മയും അച്ഛനായ സൂര്യദേവനും പറഞ്ഞത് കേട്ടിട്ടും കർണന്റെ മനസ്സിളകിയില്ല. അവൻ അചഞ്ചലനായി അമ്മയോട് പറഞ്ഞു, അമ്മേ, അമ്മ പറഞ്ഞത് എനിക്ക് സ്വീകാര്യമല്ല. ഞാൻ ഭവതിയുടെ പുത്രനാണെങ്കിൽ ഭവതി എന്നോട് കാണിച്ച അനീതിയും പാപവും വളരെ വലുതാണ്. ക്ഷത്രിയനായി ജനിച്ചെങ്കിലും അമ്മയുടെ പ്രവൃത്തി കാരണം സൂതകുടുംബത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ജീവിച്ചതും
വളർന്നതും. കാലം വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. പാണ്ഡവരുടെ വധത്തിലുള്ള ഭീതിയാണ് ഇപ്പോഴെങ്കിലും ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ അമ്മയെ പ്രേരിപ്പിച്ചത്. ഇതുവരയ്ക്കും ഇല്ലാതിരുന്ന ക്ഷത്രിയത്വവും പാണ്ഡവരുടെ ജ്യേഷ്ഠനെന്ന സ്ഥാനവും ഇപ്പോൾ അംഗീകരിക്കുവാൻ എനിക്ക് വയ്യ. ഇത് അധർമ്മമായി തീരും. അമ്മയച്ഛന്മാരെക്കാൾ വലുതാണ് എനിക്ക് ധർമ്മം. കൗരവർ അവരുടെ സർവസ്വവും എനിക്ക് നൽകിയതാണ്. അങ്ങനെയാണ് അവരെന്നെ വളർത്തിയതും. അതും വിസ്മരിക്കത്തക്കതല്ല. ഇതുവരെ പാണ്ഡവരല്ല, പ്രത്യുത കൗരവരാണ് എനിക്ക് സോദരന്മാരായിട്ടിരുന്നത്. അവരോടെനിക്ക് വലിയ കടപ്പാടുകളുണ്ട്. എൻ്റെ പ്രാണനെ ഉപേക്ഷിച്ചാൽ പോലും ഞാൻ ആ കടപ്പാടുകൾ തീർക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനാകുന്ന തോണിയിൽ കയറി യുദ്ധമാകുന്ന സമുദ്രത്തെ കടക്കുവാൻ കൗരവർ കാത്തിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ എതിർപക്ഷത്ത് ചേരുന്നത് കൊടും വഞ്ചനയായിരിക്കും. പാണ്ഡവർ അജേയരാണെന്നാണ് എല്ലാവരും പറയുന്നത്. യുദ്ധം വന്നപ്പോൾ ഞാൻ കൗരവരെ ഉപേക്ഷിച്ചു പാണ്ഡവന്മാരോട് ചേർന്നാൽ ലോകം എന്നെ ഭീരുവായി കണക്കാക്കും. അതിനാൽ ഞാൻ ധാർത്തരാഷ്ട്രന്മാർക്കു വേണ്ടി ഭവതിയുടെ മക്കളോട് എതിർക്കുന്നതാണ്. എൻ്റെ സകല ബലവും വീര്യവും ഞാൻ അതിൽ കാണിക്കുകയും ചെയ്യും. എങ്കിലും അമ്മേ, ഞാൻ കേവലം നിരാശപ്പെടുത്തുന്നില്ല. സന്ദർഭം കിട്ടിയാൽ പോലും അമ്മയുടെ 4 മക്കളെ ഞാൻ വധിക്കുകയില്ല. യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ എന്നിവരെ വധിക്കുകയില്ലെന്ന് അമ്മയ്ക്കിതാ ഞാൻ ഉറപ്പു തരുന്നു. എന്നാൽ അർജുനനുമായി ഞാൻ ഏറ്റുമുട്ടും. പോരിൽ അവനെ കൊന്നാൽ എൻ്റെ ജന്മം സഫലമായി. അല്ലെങ്കിൽ സവ്യസാചി എന്നെ വധിച്ച് യശസ്വിയാണെന്നും വരാം. അമ്മേ, ഏതായാലും ഭവതിയുടെ 5 മക്കൾ ഒരിക്കലും മരിക്കുകയില്ല. ഫൽഗുണൻ മരിച്ചാൽ അവർ സകർണന്മാരായ പാണ്ഡവന്മാരാകും. ഞാൻ മരിച്ചാൽ അർജുനാനുധ്വനായ പാണ്ഡവന്മാർ തന്നെ. യാതൊരു മനഃസ്ഥാലവുമില്ലാതെ തീരമനസ്കനായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന വീരപുത്രനെ വാത്സല്യത്തെ അരികത്തോടെ ആശ്ലേഷിച്ച് മൂർധാവിൽ ചുംബിച്ചിട്ട് കുന്തിദേവി അരമനയിലേക്ക് മടങ്ങി. അങ്ങനെ കാലങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. ഹസ്തിനാപുരിയിൽ നിന്ന് ഉപപ്ലവത്തിൽ മടങ്ങിയെത്തിയ കൃഷ്ണനെ പാണ്ഡവന്മാർ ആമോദത്തോടെ സ്വീകരിച്ചു. ഹസ്തിനാപുരിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അറിയാനുള്ള ഉത്കണ്ഠ അവർക്കുണ്ടായിരുന്നു. കൃഷ്ണനെല്ലാം വിശദീകരിച്ചു. കുന്തിദേവിയുടെ സന്ദേശവും അറിയിച്ചു. കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, നിങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം ലഭിക്കുന്നതിനായി ചതുരുപായങ്ങളിൽ സാമവും ദാനവും ഭേദവും ഞാൻ കൗരവരോട് പ്രയോഗിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. 4ാമത്തെ ഉപായം ദണ്ഡമാണ്. ഇനി അത് ഭവാൻ ചെയ്താലും ദുഷ്ടന്മാരിൽ മറ്റൊന്നും നടക്കുകയില്ല. പടവെട്ടാതെ അവർ രാജ്യം തരുന്ന പ്രശ്നമേയില്ല. യുധിഷ്ഠിരന്റെ സംശയങ്ങളൊക്കെ നീങ്ങി. യുദ്ധം ഒഴിവാക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം കർമ്മോന്മുഖനായി. അദ്ദേഹം പറഞ്ഞു, ഇനിയും ഒന്നും ആലോചിക്കുവാനില്ല. നാളെ രാവിലെ തന്നെ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെടണം. നമ്മുടെ 7 അക്ഷൗഹിണികളുടെ നായകന്മാരായിട്ട് ആരൊക്കെയാണ് വേണ്ടതെന്ന് ആലോചിക്കാം. മഹാരഥന്മാരായിട്ടുള്ള ദ്രുപദനും വിരാടനും സാത്വികിയും ചേയീദാനനും ശിഖണ്ഡിയും ഭീമസേനനും ദൃഷ്ടദ്യുമ്നനും എന്നിവരായിരിക്കട്ടെ ഓരോ അക്ഷൗഹിണിയുടെയും നായകന്മാർ. അവർ അതുല്യ വീരന്മാരും പ്രാണൻ പോലും കളയുവാൻ സന്നദ്ധരുമാണ്. ഇവർ ഓരോരുത്തരും 7 അക്ഷൗഹിണിയുടെയും സർവ്വസൈന്യാധിപത്യം വഹിക്കുവാൻ കഴിവുള്ളവരാണ്. യുധിഷ്ഠിരന്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. ഓരോ അക്ഷൗഹിണിയുടെയും സേനാനായകന്മാരായി യുധിഷ്ഠിരൻ നിർദ്ദേശിച്ചവരെ തന്നെ നിയമിച്ചു. അടുത്തതായി സർവ്വസൈന്യാധിപനായി ആരെ നിയമിക്കണമെന്നുള്ള ആലോചനയായി. ഇക്കാര്യത്തിൽ സഹോദരന്മാരുടെ അഭിപ്രായം യുധിഷ്ഠിരൻ ആരാഞ്ഞു. തങ്ങളുടെ ബന്ധുവും ധാർമ്മികനും യുദ്ധനിപുണനുമായ വിരാട രാജാവായിരിക്കും സർവ്വസൈന്യാധിപനായിരിക്കുവാൻ യോഗ്യനെന്നായിരുന്നു സഹദേവന്റെ അഭിപ്രായം. ഭീഷ്മരെ നിഗ്രഹിക്കുവാനായി പിറന്ന ശിഖണ്ഡിയായിരിക്കും പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായിരിക്കുവാൻ ഏറ്റവും അർഹനെന്ന് ഭീമസേനൻ പറഞ്ഞു. അധ്യക്ഷമായ പ്രഭാവമുള്ള ശിഖണ്ഡിയെ പോരിൽ വെല്ലുവാൻ കെൽപ്പുള്ള ആരുമില്ലാത്തതുകൊണ്ട് ശിഖണ്ഡി സർവ്വസൈന്യാധിപനായിരിക്കണമെന്ന് ഭീമൻ അഭിപ്രായപ്പെട്ടു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം മറ്റൊന്നാണ്. തപസിന്റെ പ്രഭാവം കൊണ്ട് ജനിച്ചവനാണ് ദൃഷ്ടദ്യുമ്നൻ. അവൻ മഹാവീരനും സിംഹതുല്യ പരാക്രമനുമാണ്. അവൻ സത്യവാദിയും ജിതേന്ദ്രനുമാണ്. ദ്രോണവധത്തിനായി പിറന്നവനാണ്. ഭീഷ്മരുടെ ശരങ്ങളെ തടുക്കുവാൻ ത്രാണിയുള്ളവനാണ്. ആകയാൽ ദൃഷ്ടദ്യുമ്നൻ സർവ്വസൈന്യാധിപത്യം ഏൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. സഹോദരന്മാർ 4 പേരും 4 വിധത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടെന്നറിയാതെ യുധിഷ്ഠിരൻ കുഴങ്ങി.
എന്നാൽ അദ്ദേഹം ആദ്യം ചിന്തിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇതിനെപ്പറ്റി ആരായാമെന്നായിരുന്നു. തുടരും.